കൊച്ചി തീരത്തുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ അത് മത്സ്യബന്ധന മേഖലയ്ക്കുണ്ടാക്കിയ നഷ്ടം ഒട്ടും ചെറുതല്ല. ഒട്ടേറെ വെല്ലുവിളികൾക്ക് നടുവിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇന്നലെ വീണ്ടും ഒരു അപകടമുണ്ടാകുന്നത്. ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പോയ പ്രത്യാശ എന്ന ബോട്ടിൽ ഒരു കപ്പൽ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ബോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ബോട്ടിൻ്റെ സ്രാങ്ക് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ അപകടം ചേട്ടാ? ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഒരു 5:30 പോലെ ഞങ്ങൾ വലയടിക്കുന്നത് മീൻ കണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തെങ്കിൽ വേറെ കപ്പലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വലയടിച്ചതിന് ശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കപ്പൽ ഈ തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ട് ഇങ്ങനെ വരികയായിരുന്നു. ഇത് ഞങ്ങളുടെ നേരെ തന്നെ വരുന്നത്. പിന്നെ ഞങ്ങളുടെ വെള്ളത്തിന് തൊട്ട് അടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആകെ പേടിച്ച് എല്ലാവരും കൂടി ഈ വെള്ളത്തിൻ്റെ ഹോണെല്ലാം അടിച്ചിട്ട് ഇവർ മാറ്റുന്നില്ല. ലാസ്റ്റ് വെള്ളവുമായിട്ട് വന്ന് പതുക്കെ മുട്ടി ഈ വെള്ളം വട്ടം വന്ന് ഞങ്ങളുടെ വലയെല്ലാം വെള്ളത്തിൽ കിളക്കി. ആളുകളൊക്കെ ഞങ്ങളുടെ തൊഴിലാളികൾ ഇത് കണ്ടുവച്ച് ആളുകൾ പേടിച്ച് കുറേ പേര് വെള്ളത്തിലൊക്കെ ചാടി. ഇവരിപ്പോൾ അടുത്ത യാത്രയ്ക്കുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഈ വല അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് കീറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി. ചേട്ടാ, ഈ വലയൊക്കെ കാര്യമായി തന്നെ നശിച്ചിട്ടുണ്ടല്ലേ? കാര്യമായിട്ട് തന്നെ നശിച്ച്. ഇത് കണ്ടില്ലേ, ഈ ഒരു വല സെറ്റ് ചെയ്യണമെങ്കിൽ 35 ലക്ഷം രൂപ വേണം. ഈ ഒരു വല സെറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഒരുപാട് കടം വാങ്ങിച്ച് ശരിയാക്കേണ്ട ഒന്നാണ്. 1 വർഷം വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പോൾ 2ാം തവണ കണ്ടെയ്നർ തട്ടി വല നഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ ഇപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞ് അപ്പോൾ വീണ്ടും നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. 4 പ്രാവശ്യം ഇടിച്ച് വെള്ളത്തിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പല പ്രാവശ്യം കോസ്റ്റ് പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നടപടികൾ അല്ലെ തുടർ നടപടികൾ എന്താണ് ഇനി സ്വീകരിക്കുന്നത് എന്നറിയാം. ഒരു തുടർ നടപടിയല്ല, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ കടവിലാണ് 4 വർഷം മുമ്പ് മയൂരി നാരി എന്നൊരു കപ്പലിടിച്ച് 2 തൊഴിലാളികൾ മരിച്ചവരുടെ ബോഡി കൊണ്ട് നടിപ്പിച്ച കടവാണിത്. തൊട്ടപ്പുറത്ത് മുനമ്പത്ത് 3 തൊഴിലാളികൾ ആംബർ എന്ന കപ്പലിടിച്ചിട്ട് മരിച്ചു വീണു. മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ തീരത്ത് മരിച്ചു വീണ്ട അവസ്ഥയുള്ളവരാണോ? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കപ്പലിലെ ഗതാഗതത്തെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം ലംഘിച്ച് തീരത്തോടെ വന്നിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റൽ പോലീസിൽ വല്ലതും പരാതി നൽകിയിട്ടുണ്ട്? കോസ്റ്റൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിറ്റിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അടിക്കടിയുള്ള MSCയുടെ ഈ ദ്രോഹ നടപടികളിൽ നമുക്ക് മത്സ്യത്തൊഴിലാളിക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നു. 5 മണിക്ക് ഇന്നലെ സംഭവം നടന്ന മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും വാർത്തയുടെ ഇന്ന് വരെങ്കിലും ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള ആരും ഞങ്ങളെ സഹായിക്കുവാനോ ഇതിനൊരു മുമ്പോട്ട് വന്നിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിലുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.